കംസ മഹാരാജാവ് നീണാൾ വാഴട്ടെ. ഒടുവിലവൻ എത്തിയല്ലേ, അഷ്ടമപുത്രൻ, നമ്മുടെ അന്തകൻ. ജ്യേഷ്ഠ, ഇത് പെൺകുഞ്ഞാണ്. ഇവളെങ്കിലും ഈ ഉള്ളവൾക്ക് വിട്ടു തന്നാലും. പുത്രനായി അവതരിക്കാൻ ഭയന്ന് അന്തകൻ ബാലികയായെന്നോ? ആരായാലും അഷ്ടമനല്ലേ, നമുക്ക് വേണം ഇതിനെയും. അഷ്ടമപുത്രൻ അങ്ങയുടെ അന്തകനാകുമെന്നായിരുന്നില്ല ശരീരി? ഇത് പുത്രനല്ലല്ലോ. ഇവൾ മുറപ്രകാരം അങ്ങയുടെ പുത്രന് വധുവാകേണ്ടവൾ. അങ്ങയുടെ കരങ്ങളാൽ അനിക്കപ്പെടേണ്ടവളല്ല, അങ്ങയുടെ പുത്രകരങ്ങളാൽ പരിപാലിക്കപ്പെടേണ്ടവളാണ്. ഭോജകുലത്തിന്റെ അനന്തര തലമുറയെ ഗർഭം ധരിക്കേണ്ടവൾ. ഈ പുത്രിയെങ്കിലും ലാളിച്ചു വളർത്താൻ അങ്ങ് അനുവദിക്കണം. പുത്രൻ ഒന്നിനെ ഉണ്ടായാൽ അവനെയും ഇവൾ അങ്ങയുടെ കാൽക്കൽ സമർപ്പിക്കാം. ഇല്ല ഇല്ല, ഇനി ഇവൾക്ക് ഉണ്ണികൾ ഉണ്ടാവില്ല. ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിച്ചോളാം. ഇവളെ എനിക്ക് നൽകിയാൽ ഇനി ഒരിക്കലും മറ്റൊരു സന്താനത്താൽ അനുഗ്രഹിക്കപ്പെടരുതേ എന്ന് കൊടും തപസ് ചെയ്ത് അപേക്ഷിച്ചോളാം ദേവന്മാരോട്. കൊള്ളാം, നിന്റെ ജീവൻ രക്ഷിക്കാൻ അന്ന് ഈ വസുദേവരുടെ വക ഒരു ഉപായം, ഇപ്പോ അഷ്ടമപുത്രിയുടെ ജീവൻ രക്ഷിക്കാൻ ദേവകിയുടെ വക മറ്റൊരു ഉപായം. സാമോപായങ്ങൾക്കിനി കംസ നിശ്ചയങ്ങളെ മാറ്റാനാവില്ല. ദുരാചാരനായ കംസ, പരാക്രമം സ്ത്രീകളോടോ? നീ ഒന്നറിയുക, നിന്റെ അന്തകൻ എനിക്ക് മുമ്പേ മറ്റൊരു ദിക്കിൽ ജനിച്ചു കഴിഞ്ഞു. പൂർവജന്മത്തിലും നിന്റെ അന്തകനായവൻ. കിമ്മയാ ഹദയാമന്ദ ജാതഃ ഖലു തവാന്തകൃത് യത്ര കാവാ പൂർവശത്രുർമ ഹിംസി കൃപണാൻ വൃഥാ.